നമ്മുടെ മോന്റെ കല്യാണം കഴിഞ്ഞല്ലേ? ആടിയും അറിയാമോ? മാടാ മക്കളെ, ബാക്കി ഫോട്ടോ എടുപ്പൊക്കെ പിന്നീട്. ഫുഡ് കഴിക്കാം. ചേച്ചി ഇതേ നല്ലോണം ഫുഡ് കഴിച്ചോട്ടാ, അല്ലെങ്കിൽ ക്ഷീണിച്ചു പോവും. ആ മോളെ, നൈറ്റ് റിസപ്ഷൻ ഒക്കെ ഉള്ളതാ, നല്ലോണം ഫുഡ് കഴിക്ക്. എടാ ചേട്ടാ, നീ ആ ഫുഡ് ഏട്ടത്തിക്ക് വാരി കൊടുത്തേ. എന്താടാ മോനെ, നാണാണോ? നാണോ? ഇവനോ? നിങ്ങളെ മോന് നാണോ? ഫസ്റ്റ് ഇതെന്താ ചായ എന്റെ ഫേസിൽ നോക്കാത്ത? മമ്മി, എന്റെ മമ്മിയും പപ്പയും എവിടെയാ? ഓ, അവര് പുറത്തുണ്ടടി മോളെ. നീ സമാധാനത്തിലിരുന്ന് ഫുഡ് കഴിക്ക്. എന്തു പറ്റി ചേച്ചി? ഫേസ് ഒക്കെ ഡള്ളായിട്ടിരിക്കുന്നു. അല്ല, ഫുഡ് കഴിക്കുമ്പോ നിച്ചാൻ എന്റെ അടുത്തൊന്നും മിണ്ടിയില്ല, എന്റെ ഫേസിൽ നോക്കിയില്ല. അപ്പൊ എനിക്ക് എന്തോ പോലെ തോന്നി. ഓ, അങ്ങനെ ഒരു മൂരാച്ചിയ. അല്ല, ചേച്ചിക്ക് തോന്നിയതാവോ എന്ന് പറയുമായിരുന്നു. എന്റെ കെട്ടിയോണ്ട് ചേട്ടനായോണ്ട് പറയുമല്ല. അങ്ങേർക്ക് പല നേരം പല സ്വഭാവം. അതൊക്കെ ഇനി ചേച്ചി വേണം മാറ്റിയെടുക്കാൻ. പോട്ടെ പപ്പ മമ്മി. എന്റെ മോളെ കുഞ്ഞുപോലെ നോക്കണേ മോനെ. നിങ്ങൾ ഇങ്ങനെ വിഷമിക്കട്ടെ. തേമോൾ എന്റെ മോളാ, മരുമോളല്ല. ഞാൻ അവൾ അങ്ങനെ കണ്ടിട്ടുമില്ല. എങ്ങനെ അവൻ നന്നാവാണ്ടിരിക്കും? എന്റെ കൊച്ചുമോനെ ഞാനാ വളർത്തിയത്, അല്ലേടി അറിയാമോ? ഓ പിന്നെ ഓ, ഇനി ഇവിടെ കിടന്ന് തല്ലണ്ട രണ്ടും കൂടി. അതിന് ഏതാടാ കൊച്ചനെ? ഞാനും എൻ്റെ മരുമോളും ആവുമ്പം അടിയുണ്ടാക്കും, തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും ഇടിക്കും. അതിനൊക്കെ ചോദിക്കാൻ നീ ആരാടോ? ഹാപ്പി ആയിട്ടിരിക്കണ്ട മോളെ. നിങ്ങൾ ഇങ്ങനെ വിഷമിക്കല്ലേ, നമ്മൾ അടുക്കള കാണാൻ അങ്ങോട്ട് തന്നെയല്ലേ പോണത്. മക്കളെ, നിങ്ങൾ പോയി റെഡിയാവുക, വൈകുന്നേരം റിസപ്ഷൻ ഉള്ളതല്ലേ. മോളെ അന്നമ്മേ, നീ പോയി തേയമോൾക്ക് ഹെൽപ്പ് ചെയ്യും. എന്റെ രണ്ട് മരുമക്കളും സുന്ദരികളായിട്ടുണ്ടല്ലോ. ഞാൻ സുന്ദരിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. മമ്മി അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓ, പിന്നെ നിന്നേക്കാൾ സുന്ദരി ഏട്ടത്തിയെ കാണാൻ നല്ല ഭംഗിയുള്ളത്. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, എന്റെ ഭാര്യ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും, പിന്നല്ല ജീവനും കൊണ്ട് ഓടാം. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ലേ മമ്മി. ഇച്ചായൻ റെഡി ആയില്ലേ ഇതുവരെ? അവൻ റെഡി ആയല്ലോ. എന്താ നീ കണ്ടില്ല അവനെ? അല്ല, എനിക്കൊന്ന് സംസാരിക്കാനായിരുന്നു. നടക്കട്ടെ, മോള് പോയി സംസാരിച്ചിട്ട് വാ. ഇച്ചായ, എനിക്കൊരു കാര്യം. ആലിയ, നീ എന്ത് പരിപാടികളെയാ കാണിച്ചത്? എന്നെ നീ കല്യാണത്തിന് വിളിച്ചില്ല, പക്ഷേ ഞാൻ എന്തായാലും റിസപ്ഷന് വരുമായിരുന്നു. അല്ല, ഫുഡ് വല്ലതും ഉണ്ടോ? ഓ, നീ തിന്ന് മുടിപ്പിക്കാനോ വന്നേന്ന് എനിക്കറിയാം. നീ തിന്ന് മുടിപ്പിക്കുന്നോണ്ടാ നിന്നെ കല്യാണത്തിന് വിളിക്കാതിരുന്നതും. അതൊന്ന് വർത്താനം ആളിയാ. നമ്മൾ ഒരു പായയിൽ കിടന്ന് ഉണ്ടും ഉണ്ണിയും ഉണർന്നും ഒക്കെ വളർന്നല്ലേ, അങ്ങനെ പറയാവോ? ഓ, നിന്നോട് ഉണ്ണിയും വളർന്ന ഇപ്പൊ എന്റെ അവസ്ഥ ഇങ്ങനെ ആയത്. അല്ല, അളിയന്റെ വൈഫ് എവിടെ? ആ, ഇതാണോ കൊച്ച്? ആളിയാ നിന്റെ സെലക്ഷൻ ഉഗ്രൻ. നിങ്ങൾ സംസാരിച്ചോ, ഞാൻ പിന്നീട് വരാം. നീ എന്തിനാണ് ഈ കിടന്ന് അഭിനയിക്കണേ? നിനക്ക് എല്ലാ സത്യങ്ങളും അറിയാന്നുള്ളതല്ലേ? നീ ഇതൊന്നും വിട്ടില്ലേ? അളിയ, നീ ഒരു പെങ്കുസിനെ ഇപ്പൊ കെട്ടിച്ചുകൊണ്ട് വന്നിരിക്കുക. അവളെ കണ്ണീര് നീ ആയിട്ട് വീഴ്ത്തരുത്.
അവളുടെ അടുത്ത് നീ അതൊന്നും പറയണ്ട. അളിയൻ അതൊക്കെ മറന്നിട്ട് ജീവിക്കാൻ നോക്ക്. നിനക്കിപ്പോ നല്ലൊരു പെങ്കൊച്ചിനെ കിട്ടിയത്. മാതൊലി, നീയൊക്കെ എല്ലാം കൂടി എന്നെ ഒരുത്തിനും തലയിൽ കെട്ടിവെച്ച് വന്നു. അളിയ, അത് നല്ല പെങ്കൊച്ച. ആ പെങ്കൊച്ചി കാര്യങ്ങളൊന്നും അറിയണ്ട. എടാ മക്കളെ, റിസപ്ഷന് സമയമായി, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. എടാ ജങ്കുക്ക്, സമയമായിട്ട് നീ ഇവിടെ എണ്ണ ഉണ്ടാക്കാനും നിൽക്കുന്നത്? പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന്, റിസപ്ഷന് ടൈമായി. ആ തേയുമ്പോൾ എത്ര നേരമായിട്ട് ഒരുങ്ങി നിൽക്കുക? മൈനർ പോലെ വാസി എന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ജില്ലം ജില്ലാല മാറത്തെ മൈനേ തേരെ കൊഞ്ചാറുള്ളൂ നീ എന്നൊരാളെ കണ്ണിൽ മിന്നാനുള്ളൂ ആകാശം വീശുന്നുണ്ട് മേഘക്കുവാന വളരിക്കാനില്ലേ ജില്ലം ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടിലെ പരിപാടിയാണ്. അലുമാ ഡോലുമാ ഇസാലക്കിടിമാ അലുമാ ഇരിക്കേ മാക്ക് പോട്ടെ സിർക്കിലക്ക വാലുമാ ആ സിർക്കുമാ ബർക്കുമാ പോകാലക്ക മോക്കുമാ സിർക്കുമാ ബർക്കുമാ നിറക്കുമക്ക പോകുമാ അരികല് അരികല് മുട്ടാലക്ക് ലോക്കല് മറിക്കല് മറിക്കലക്കല് മുട്ടാലക്ക പോക്കല്. എന്റെ കഴിവ് കണ്ട് ആരും കണ്ണു വെക്കരുത്, ദൈവത്തെ ഓർത്തു പ്ലീസ്. എടാ മനുഷ്യ, നിങ്ങൾ എന്നെ നാണം കെടുത്തിട്ട് അടങ്ങുമല്ലേ? ഇനി ഒരു ഡാൻസും കൂടെ ഉണ്ട്. അസേ എന്റെ ബ്രദറിന്റെ അനിയനായതുകൊണ്ട് നിങ്ങൾ എന്റെ കഴിവിനെ അംഗീകരിക്കണമെന്നില്ല, അതെനിക്ക് അറിയാം. ബൈ ദ ബൈ, എന്റെ ഡാൻസ് നിങ്ങളെപ്പം കാണണം. ഓക്കെ, കണ്ണ് തള്ളൂ. എല്ലാരും എന്റെ കഴിവ് കണ്ട് കണ്ണ് തള്ളൂ. ഓക്കെ, പക്ഷെ കണ്ണ് വിടരുത്. കണ്ണ് തള്ളിക്കോ, പക്ഷെ കണ്ണ് വിടരുത്. ഞാൻ ഓൾറെഡി ഒരു കാര്യം പറയുക. ഇന്നുവരെ കണ്ടതില്ല ഞാൻ പൊന്നൊരുക്കി വെച്ച പെൺമുഖം, വിണ്ണിൽ നിന്ന് വന്ന മണ്ണിൻ കൂട് ചേർന്ന പെണ്ണിവൾ, കണ്ണിവൾ തേടി കിട്ടിയൊരു വെണ്ണില പാതി വന്ന പൊന്മഴ തുമ്പിലാ മുന്നൊരു സീമദീപ്ത സുരോദയ ദീപാങ്കുര ആകാശമിനി തെന്നൊരു പൊന്മാനം മേലെ കണ്ടു കനവിൽ കോണിൽ കുളിരായി കുളിർവര മലരായി ആ കാട്ടു ചെമ്പകം പൂത്തോട്ടെ നാട്ടു തത്തമ്മ കേട്ടോട്ടെ നീ എനിക്കുള്ള കഞ്ഞിപ്പെണ്ണാണേ കാത്തു കിട്ടിയ മുത്താണേ തേടി കിട്ടിയ പൊന്നാണേ കട്ടെടുത്തൊരു മോഹസ്വത്താണേ. വല്ല വാഴയും വെച്ചാൽ മതിയായിരുന്നു. അതോ താൻ ഇപ്പൊ നിർത്തിക്കോ, ഇപ്പൊ നിർത്തിക്കോ. അല്ലെങ്കിലും കഴിവുള്ള ആരെയും അംഗീകരിക്കില്ലല്ലോ അല്ലേ? തനിക്ക് കഴിവല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടാ കൊച്ചുമോനെ, എന്റെ കൊച്ചുമോനായിപ്പോയി, അല്ലെങ്കിൽ എന്റെ വായിലെ പുളിച്ചത്തെറിയാ വന്നേ. ഓൻ്റെ ഒരു കാട്ടുചെമ്പകം. നിങ്ങൾ ഇങ്ങോട്ട് മാറിയുന്നേ, ഞാൻ കാണിച്ചു തരാം എങ്ങനെ പാട്ട് പാടണമെന്നും ഡാൻസ് കളിക്കണമെന്നും. அந்த அறிவிப்பம் இந்த சுடுவாகே, எந்த அறிவிப்பம் இந்த சுடுவாகே, அட கும்பிடியும் கும்பிடியுமாய் தொட்டாக என்ன நடக்கும், ஒத்தர வந்தாச்சு என் பேரு ஷுக்கூர், என் பேரு കണ്ണൂർ. എന്റെ മാളെ, മതി 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 മതി. അയ്യോ എടി, നിന്നെക്കാട്ടി ഞാനാ നല്ലോണം പാടിയത്. ഇതൊക്കെ കേട്ടിട്ട് എന്റെ കണ്ണിൽ കൂടെ ചോര വരുക. എടാ മക്കളെ, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ഇറങ്ങും. ജങ്കുക്കുമോനെ, ടിയാരം മോളെ, നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പരിപാടികൾ ഇറക്കി കാണിച്ചു അങ്ങോട്ട്. അത് ശരിയാ ചേച്ചി, ചേച്ചി ഡാൻസ് കളിക്ക്. ചേച്ചി ഡാൻസ് കളിക്കൂന്നല്ലേ പറഞ്ഞത്? അപ്പൊ ചേച്ചി ഡാൻസ് കളിക്ക്. അത് വേണ്ട, എനിക്ക് അങ്ങനെ ഡാൻസ് കളിക്കാനൊന്നും അറിയൂല. ഹൈ, ഏട്ടത്തി അങ്ങോട്ട് കളിക്കന്നേ. രാജിത സദ്ഗുണ ജയ
അയ്യവ, പൊളിച്ച്, നന്നായിട്ടുണ്ട്, അടിപൊളി. ഇത്രയും ടാലന്റ് ഉണ്ടല്ലോ ഏട്ടത്തിക്ക്. അടിപൊളിയായിരുന്നില്ല റിസപ്ഷൻ. ആ, ഫുഡും അടിപൊളിയായിരുന്നു. ഓ, എപ്പ നോക്കിയാലും തീറ്റ തീറ്റ തീറ്റ. മോളെ മോള് പോയി ഡ്രസ്സ് മാറ്റി കിടക്കാൻ നോക്ക്. നല്ല ക്ഷീണം ഉണ്ടാവും, രാവിലെ തൊട്ട് നിൽക്കുന്നതല്ലേ. ആ പിന്നെ ഈ പാല് കൂടി കൊണ്ടുവെക്കോ. ചേച്ചി ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ ചേട്ടനായോണ്ട് പറയുമല്ല, ഒരു മയത്തിലൊക്കെ മതി. എന്താ, ഞാൻ പോയി.